കൊല്ലം ചടയമംഗലത്ത് KSRTC ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. 4 പേർക്ക് പരിക്കേറ്റു. ബസ് ഡ്രൈവറെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലിജോ റോളൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ലിജോ, ഈ അപകടവുമായി ബന്ധപ്പെട്ട KSRTC ബസിന്റെയും കാറിന്റെയും ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അത് പേടിപ്പെടുത്തുന്നത് തന്നെയാണ്. ഈ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? എങ്ങനെയാണ് അപകടമുണ്ടായത്? സ്നേഹ, കൊല്ലത്ത് നിലമേലിനും ചടയമംഗലത്തിനും ഇടയ്ക്ക് വെച്ചായിരുന്നു ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. നിലമേൽ മുരുക്കുമണ്ണിൽ വെച്ചായിരുന്നു അപകടം. ഏകദേശം 3 മണി കഴിയുന്ന സമയത്ത് KSRTC ബസ് എതിരെ വന്ന കാറുമായി കൂട്ടിയിടിച്ചാണ് വലിയൊരു അപകടമുണ്ടായത്. ഇത് സംബന്ധിച്ച് നാട്ടുകാരിൽ നിന്നും പോലീസിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യം, KSRTC ബസ് ഡ്രൈവറുടെ അലക്ഷ്യമായ ഡ്രൈവിംഗ് ആണ് ഇത്തരത്തിലൊരു അപകടത്തിൽ കലാശിച്ചതെന്നാണ് പറയുന്നത്. ഈ തിരുവനന്തപുരം ഭാഗത്തേക്കായിരുന്നു ബസ് വന്നുകൊണ്ടിരുന്നത്. എയർപോർട്ടിൽ നിന്നും തിരികെ പോയതായിരുന്നു കാറാകട്ടെ. ഇവർ തമ്മിൽ, അതായത് എതിർദിശയിൽ വന്ന വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഒരു അപകടമുണ്ടായത്. ഈ സമയത്ത് KSRTC ബസിന്റെ പിന്നാലെ വന്ന ഓട്ടോറിക്ഷയും KSRTC ബസിന്റെ പിന്നിലിടിച്ച് അപകടമുണ്ടായി. മൊത്തത്തിൽ 4 പേർക്കാണ് പരിക്കേറ്റതായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഒരു സ്ത്രീയും ഒരു കുട്ടിയും ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റതായാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 പേരുടെ നില ചെറിയ രീതിയിൽ ഗുരുതരമാണ്. അവരെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നിലവിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ നാട്ടുകാർ ഒരു പരാതി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. KSRTC ഡ്രൈവർ മദ്യപിച്ചിരുന്നതായ ഒരു സംശയം പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് നിലവിൽ വൈദ്യ പരിശോധനയ്ക്കായും പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്.